ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് 2026 കറണ്ട് അഫയേഴ്സ് ആണ്. 2026 ജനുവരിയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഇനി വരാൻ പോകുന്ന PC എക്സാമുകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി DRDO വികസിപ്പിച്ചെടുത്ത നൂതന സംവിധാനമാണ് സീ വാട്ടർ ഡീസലിനൈസേഷൻ സിസ്റ്റം. അത് ആരാണ് വികസിപ്പിച്ചത്? DRDO ആണ് വികസിപ്പിച്ചത്. DRDO വികസിപ്പിച്ച പുതിയ സിസ്റ്റമാണ് സീ വാട്ടർ ഡീസലൈസേഷൻ സിസ്റ്റം. ഈ 2024 ജനുവരിയിൽ ഇന്ത്യ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ലെപ്റ്റോബ്രാച്ചിയ സൊമാനി എന്ന തവളയെ കണ്ടെത്തിയത്? എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ നിന്നാണ്. ഈ ഒരു കറണ്ട് അഫയർ നമുക്ക് പല രീതിയിൽ PSC ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ലെപ്റ്റോബ്രാച്ചിയ സൊമാനി എന്ത് ജീവിയാണെന്ന് ചോദിക്കാം, എന്ത് തരം ജീവിയാണെന്ന് ചോദിക്കാം. അങ്ങനെ വെച്ചാൽ തവളയാണ്. ഈ തവളയുടെ ഇപ്പം അടുത്ത അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ വെച്ചാൽ ലെപ്റ്റോബ്രാച്ചിയൻ സൊമാനി എന്നാണ്. അങ്ങനെ പല രീതിയിൽ ഇത് നമുക്ക് ചോദിക്കാം. ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പേര് ഓർത്ത് വെച്ചാൽ ലെപ്റ്റോബ്രാച്ചിയൻ സൊമാനി എന്ന പേര് ഓർത്ത് വെക്കുക. അത് തവളയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഓടക്കുഴൽ പുരസ്കാരം 2025 EP രാജഗോപാലാണ് കേട്ടോ. 2025 ഓടക്കുഴൽ, 2026 പ്രഖ്യാപിച്ച 2025 ഓടക്കുഴൽ പുരസ്കാരം ജേതാവാരാണ്? EP രാജഗോപാലാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2026 പുരസ്കാരങ്ങളാണ്. കാരണം ഇനിയിപ്പോ കൂടുതൽ എക്സാമുകൾ വരുന്നത് മാർച്ച് മെയ് മാസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് എക്സാമുകൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിൽ ഇവരിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 2026 പുരസ്കാരങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. 2025 2026 അതിൽ പ്രത്യേകിച്ച് 2026 ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് 2026 പ്രഖ്യാപിച്ച ഓടക്കുഴൽ പുരസ്കാരമാണ്. അത് ഏതാണ്? EP രാജഗോപാലാണ് ഓടക്കുഴൽ പുരസ്കാരം ജേതാവ്. 2025 ജേതാവാണ്. അത് 2026 പ്രഖ്യാപിച്ചത്. ഇപ്പൊ എല്ലാ വർഷവും അങ്ങനെയാണല്ലോ, പുരസ്കാരം തലേ വർഷത്തെ ആയിരിക്കും, എന്നാൽ പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ വർഷങ്ങളിലായിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം 2025 ജേതാവ് EP രാജഗോപാലാണ്. അത് പഠിച്ചു വെക്കുക. കാരണം ഇതെല്ലാം ഓരോ പുരസ്കാരങ്ങളും ഇങ്ങനെ എഴുതി പഠിക്കുക. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബുക്കിൽ ഒരു ഭാഗം ഇതിനുവേണ്ടി തന്നെ കറണ്ട് അഫയറിന്റെ ഭാഗം മാറ്റി വെക്കുക. എന്നിട്ട് ഓരോ പുരസ്കാരങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് എഴുതി വെക്കുക. ഇനി പുരസ്കാരത്തിന് അർഹമായ ഗ്രന്ഥം, അതായത് ഈ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ ഗ്രന്ഥം വെച്ചാൽ അത് ഉൾക്കഥയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമായ ഗ്രന്ഥം. ഈ 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഗൾഫ് ഷീൽഡ് 2026. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിനു ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട പുതിയ വെബ് സീരീസ് ആണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. ഇതാണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അടുത്തത് കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ്. സൗമൻ സെൻ. ഇനി സൗമൻ സെൻ കേരള ഹൈക്കോടതി എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് വെച്ചാൽ എത്രാമത്തെയാണ്? 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. സൗമൻ സെൻ ആണ് പുതിയ ചീഫ് ജസ്റ്റിസ്. അത് കേരളത്തിന്റെ 40ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 40ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി സപ്ലൈകോയുടെ കേരളത്തിൽ ആദ്യ സിഗ്നേച്ചർ മാർക്ക് നിലയിൽ വന്നത് തലശ്ശേരിയാണ്. തലശ്ശേരി. 2026 ജനുവരിയിൽ ഇന്ത്യയുടെ ജർമ്മനിയും തമ്മിൽ എത്ര കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്? 19 കരാറിലാണ് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ 2026 ജനുവരിയിൽ ഒപ്പുവെച്ചത്. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയിൽ പാർക്ക് നിലവിൽ വരുന്നത് ബ്രഹ്മപുരമാണ്. ഈ ബ്രഹ്മപുരം കുറെ ന്യൂസ് വാല്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നല്ലോ. മറ്റേ കൊറോണ സമയത്തൊക്കെ മറ്റേ തീപിടുത്തം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കും ഈ വേസ്റ്റും ഒക്കെ ആയിട്ടും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂസ് വാല്യൂ ആയിട്ടുള്ള ഒരു സംഭവം സ്ഥലമായിരുന്നു ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത്. ആ ബ്രഹ്മപുരത്താണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രി പാർക്ക് നിലവിൽ വരുന്നത്. ഈ 2026 ജനുവരിയിൽ കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനത്തിന് വേദിയാവുന്ന നഗരം ന്യൂഡൽഹിയാണ്. 2026 ജനുവരിയിൽ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. ഇപ്പൊ അമേരിക്ക ഒരുപാട് കറണ്ട് അഫയറുകളിൽ കയറി വരുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം പ്രസിഡന്റ് ട്രംപ് വന്ന ശേഷം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കുറെ രാജ്യങ്ങൾക്ക് പ്രശ്നമായി തീരുകയും കുറെ രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കര മാറ്റങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രശ്നങ്ങളിലേക്കും കൂടുതൽ ബന്ധങ്ങൾ വഷളാവുന്ന കുറെ രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ വഷളാവുകയും മറ്റു കുറെ രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അമേരിക്കയായിട്ട്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ കറണ്ട് അഫയറിൽ ലോക കറണ്ട് അഫയർ നോക്കുമ്പോൾ, വേൾഡ് ഇതിൽ കറണ്ട് അഫയർ നോക്കുമ്പോൾ അമേരിക്ക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. ഇവിടെ 66 അന്താരാഷ്ട്ര സംഘടനയിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയിട്ടുള്ളത്. ഇനി ലോകരാജ്യങ്ങളിൽ ചരിത്രം, സംസ്കാരം, സർഗാത്മകത, ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട്സ് ഹെറിറ്റേജ് വർക്കിംഗ് തുടക്കം കുറിച്ച സംസ്ഥാനമാണ്
കേരളം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശീയ ഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. ഇങ്ങനെയുള്ള ഈ പദ്ധതികളൊക്കെ ഓർത്ത് വെച്ചോട്ടെ. ഈ കേരളം സർക്കാർ ആരംഭിക്കുന്ന പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, വികലാംഗരും അങ്ങനെയുള്ളവർക്കുള്ള പദ്ധതികൾ, അങ്ങനെ വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഈ തദ്ദേശീയമായിട്ടും അല്ലെങ്കിൽ കേരള സർക്കാരും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരുപാട് നടത്തി വരുന്നുണ്ട്. ഇപ്പൊ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ഈ പ്രഖ്യാപനം നടത്തി വരുന്ന എല്ലാ പദ്ധതികളിലും ഈ PSC എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. കാരണം PSCന്റെ എല്ലാ ടോപ്പിക്കുകളിലും മെയിൻ ആയിട്ട് മിക്ക എക്സാമുകളിലും ചോദിക്കുന്ന ഒരു ചോദ്യം ഏതെങ്കിലും ഒരു പദ്ധതിയെ പറ്റി ഉണ്ടാവും. അത് കറണ്ട് അഫയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പദ്ധതികൾ എന്ന് പറയുന്നത്. കറണ്ട് അഫയറിലും ശരി, അല്ലാതെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യരംഗത്തെ പദ്ധതികളെ പറ്റി ചോദിക്കുന്നത് അത് ബയോളജി എന്ന ടോപ്പിക്കിൽ ഒരു ടോപ്പിക് തന്നെയാണ്. ബയോളജിയിൽ ഒരു ടോപ്പിക് തന്നെയാണ് ഈ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കറണ്ട് അഫയറിലും കൂടി കയർത്തി അവർ കൂടുതൽ ചോദിക്കാറ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികളും പഴയ പദ്ധതികളും പഠിക്കണം. അത് പോരാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും പുതിയ പദ്ധതികൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കി പഠിക്കണം. അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കട്ടെ. ഇതൊക്കെ കറണ്ട് അഫയറിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് തിരികെ. ഈ തിരികെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനമാണ് നോക്കുന്നത്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഓരോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണ് ഓരോ പദ്ധതികൾ സ്ഥാപിച്ചത് അല്ലെങ്കിൽ പദ്ധതി കൊണ്ടുവന്നതെന്നുള്ളതൊക്കെ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ ഓർത്തു വെക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ക്യാമ്പയിൻ പദ്ധതിയാണ് ഇത് തിരികെ എന്ന് പറയുന്നത്. ഇനി സാക്ഷരതാ മിഷൻ വഴി 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്നതിന് സംസ്ഥാന സാക്ഷരതാ മിഷനും ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല കേട്ടോ. അപ്പൊ ആ ഓപ്പൺ സർവകലാശാലയാണ് ഇങ്ങനെ ഒരു സാക്ഷരതാ മിഷന്റെ പദ്ധതി ആയിട്ട് കൂടിച്ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തുന്ന സാമൂഹ്യ ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. അത് കേരളം തോന്നുന്നു, കേരളമല്ല, അത് കർണാടകയാണ്. കർണാടകയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു നിയമം വിജ്ഞാപനം ചെയ്തത്. ഇനി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന 2026 AI ഉച്ചകോടിക്ക് വേദിയാവുന്നത് കോവളാണ് കേട്ടോ. കോവളാണ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയാണ് കേട്ടോ. AI ഉച്ചകോടിക്ക് വേദി. 2026 ഗേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ ജേതാക്കൾ കർണാടകയാണ്. 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ബിൽഡിംഗ് ഫോർ റിസൈലൻസ്, ഇന്നർവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ, കാർഷിക, ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് K-INA. ഈ 2026 ജനുവരിയിൽ അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡ് ചെയർമാനായി നിയമിതനായ മലയാളി AK ബാലസുബ്രഹ്മണ്യൻ. ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയർസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുപോലത്തെ നല്ല നല്ല കറണ്ട് അഫയറുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.